ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വാഗബോൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു യാത്രാ വീഡിയോ ഒന്നുമല്ല. ഇന്ന് നമ്മുടെ ഹിമാലയൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ ഹിമാലയൻ എടുത്തിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 17,000 കിലോമീറ്ററോളം ഓടി എൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട്, കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 17,000 കിലോമീറ്ററിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുത്തതിന് ശേഷം ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാടല്ല, കുറച്ച് ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മിസ്സിങ് പ്രോബ്ലമാണ്. വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്, അതായത് എഞ്ചിൻ ഇടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂട്രലാണെങ്കിലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിൽ സ്ലോ ചെയ്താൽ എഞ്ചിൻ ഇടിച്ച് നിൽക്കുന്നുണ്ട്. അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഷോറൂമുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇതിന് വണ്ടിക്ക് ഒരു ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഇറങ്ങിയ കുറച്ച് വണ്ടികൾക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ത്രോട്ടിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം മാറാണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു അപ്ഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. വാറണ്ടിയിൽ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇഷ്യൂ അവർ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് എനിക്കുണ്ടായിരുന്ന ഒരു മോശം അനുഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചെയിൻ പൊട്ടിപ്പോയി. നമ്മുടെ ഹിമാലയൻ്റെ ചെയിൻ പൊട്ടിപ്പോയി. നടു റോഡിലായി ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി പാതി വഴിയിലെത്തിയപ്പോഴാണ് ചെയിൻ പൊട്ടിയത്. ചെയിൻ പൊട്ടി, എഞ്ചിനിലടിച്ച് എഞ്ചിൻ കേസ് പൊട്ടി. അങ്ങനെ വൻ സീനായി. വണ്ടി ഷോറൂമിൽ ഏകദേശം 2 മാസത്തോളം ഇരുന്നു. ചിലപ്പോൾ ചെയിൻ ഞാൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കത്തുണ്ടായിരിക്കും അങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും ഒരു 500 കിലോമീറ്റർ കഴിയുമ്പോൾ ചെയിൻ ലൂബൊക്കെ ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് വയ്ക്കുന്ന ഒരു ആളാണ്. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ വൈബ്രേഷനാണ്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 80 km/h ആണ്. നമ്മൾ 80 കിലോമീറ്ററിൽ പോകണമെങ്കിൽ നമുക്കിതിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും അനുഭവപ്പെടത്തില്ല. പക്ഷേ അതിൽ മേലോട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈബ്രേഷൻ അത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെ മിററിൽ നോക്കിയാൽ പോലും ചിലപ്പം ക്ലിയർ ആയിട്ട് നമുക്ക് അവിടുത്തെ ബേക്കുന്ന വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള വൈബ്രേഷനാണ്. ഫസ്റ്റ് ഒന്ന് ഈ വിൻഡ് ഷീൽഡിന് വലിയ ഇഷ്യൂ ഇല്ലായിരുന്നു. പയ്യെ ഇത് ചെറുതായിട്ടൊന്ന് ലൂസായി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഗട്ടറൊക്കെ ചാടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രേഷൻ അടിക്കുന്നുണ്ട് അതിനകത്ത്. അടുത്തൊരു പ്രോബ്ലം ഞാൻ ഇതിനകത്ത് കണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ടയറിന് മൈലേജ് കുറവാണ്. നമുക്ക് ലോ കിലോമീറ്ററേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇട്ടേക്കുന്ന ടയറിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതിൽ ടയർ ഓടി മുട്ടയായാൽ നമുക്കൊരു റൈഡിങ് കംഫോർട്ട് തീരെ കുറവായിരിക്കും. അല്ല, ഹെവി ആയിട്ടുള്ള ബൈക്ക് ആയതുകൊണ്ടാണ് ഈ പ്രോബ്ലം എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഈ മുട്ട ടയർ വെച്ച് ഓടിക്കുമ്പോഴത്തേക്കും ആ ഒരു ഫീൽ കിട്ടത്തില്ല. മുട്ടയായിട്ടിരിക്കുന്ന ടയറിൽ ഓടിയാൽ അത്രയ്ക്ക് നല്ല പെർഫോമൻസ് വണ്ടി തരത്തില്ല. അത് മൈലേജും കുറയും, വണ്ടിയുടെ പവർ കുറഞ്ഞതൊക്കെ തോന്നും. ഒരുപാട് ഇഷ്യൂസ് നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഇതിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയാം. വണ്ടി എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രാവശ്യം സർവീസ് സെൻറ്ററിൽ വണ്ടി ഏൽപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പല ഇഷ്യൂസായിട്ട്. അതായത് നമുക്ക് ഹിമാലയൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് വരുന്ന വണ്ടിയാണ്. നമ്മൾ സാധാ ഒരു യൂണിക്കോൺ ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടിരുന്നത് CB ഷൈനാണ്. അതിലെന്ന് വെച്ചാൽ എണ്ണ അടിച്ച് കൊണ്ട് കിടന്നാൽ അത് വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരത്തില്ല. ഇടയ്ക്കൊക്കെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷേ നമ്മുടെ ഹിമാലയൻ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് വരുന്നുണ്ട്. അത് നമ്മൾ അപ്പോഴപ്പോഴും ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇടയ്ക്ക് എൻ്റെ ചെയിൻ പൊട്ടിയിട്ട് എഞ്ചിൻ കേസ് പൊട്ടി. പക്ഷേ അത് അവർ ഫസ്റ്റ് വാറണ്ടിയിൽ ചെയ്തു തരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് അവർ ലാസ്റ്റ് വാറണ്ടിയിൽ നമുക്ക് ചെയ്തു തന്നു. ലേബർ ചാർജ് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ലേബർ ചാർജ് ഏകദേശം ഒരു 15,000 രൂപയോളായി. സർവീസ് സെൻറ്ററിൽ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്താൽ അത്യാവശ്യം നല്ല താമസമുണ്ട് അവിടെ. എൻ്റെ ബൈക്ക് ഏകദേശം ഒരു 2 മാസത്തോളം ഷോറൂമിലിരുന്നു. ഞാൻ പറഞ്ഞില്ല, ചെയിൻ പൊട്ടിയതായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വണ്ടി ഷോറൂമിൽ കൊടുക്കേണ്ടി വന്നു. പക്ഷേ പാർട്സ് വരാത്ത കാരണം പറഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളം എൻ്റെ വണ്ടി ഷോറൂമിൽ വെക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ നിരന്തരം കിടന്ന് വിളിച്ചിട്ടാണ് നമ്മുടെ ബൈക്ക് അവർ റെഡിയാക്കി തന്നത്. കാരണം നമ്മൾ ബൈക്കിൽ നിന്ന് ഫോഴ്സ് ചെയ്താലേ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് എടുത്തുള്ളൂ പെട്ടെന്ന് വണ്ടി റെഡിയാക്കി തരാനായിട്ട്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നല്ല പണികളുമായിട്ട് ഒരുപാട് വണ്ടികൾ ഡെയിലി അവരുടെ സർവീസ് സെൻറ്ററിൽ വരുന്നുണ്ട്. പിന്നെ അവരുടെ ഈ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് ടയറിൻ്റെ ലൈഫിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇത് ഏകദേശം 17,000 കിലോമീറ്ററായിട്ട് കിടക്കുന്നത് ഫസ്റ്റ് വണ്ടി എടുത്തപ്പോൾ സ്റ്റോക്ക് ടയറാണ്. ഇപ്പോൾ ഏകദേശം മുട്ടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി കിടക്കുന്നത് ഞാൻ ഒരു വട്ടം മാറ്റിയ ടയറാണ്. ഇപ്പോൾ ഇത് ഞാൻ 7,700 കിലോമീറ്ററിൽ മാറ്റിയതാണ്. സിയറ്റിൻ്റെ ടയറാണ് സ്റ്റോക്ക് കിടന്നത്. ഇപ്പോൾ ഇത് ഇട്ടേക്കുന്ന റൈസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. എനിക്കൊന്ന് അത്യാവശ്യം നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. നേരത്തെ കിടന്ന സിയറ്റ് മാറ്റിയത് 7,700 കിലോമീറ്ററിലാണ്. ഇപ്പം ഏകദേശം 17,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ലൈഫ് വരുന്നൊരു ടയറാണ്. പെർഫോമൻസും കുഴപ്പമില്ല. നെക്സ്റ്റ് ഇതിന് മൈലേജിനെ പറ്റി പറയാം. മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കുറവാണ്. ഒരു 30-32 നോക്കിയാൽ മതി ആവറേജ് മൈലേജ് കിട്ടുന്നത്. ഞാൻ ഇതുവരെ ഇതിൻ്റെ മൈലേജ് നോക്കിയിട്ടില്ല. ആവറേജ് കണക്കൂട്ടിയിരിക്കുന്ന ഒരു 30-32 മൈലേജ് കിട്ടുമെന്നാണ്. മിക്കുള്ള ഹിമാലയനിലും ഈ ഒരു റേഞ്ചിലുള്ള മൈലേജാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അടുത്തതിൻ്റെ ക്രൂസിംഗ് സ്പീഡിനെ പറ്റി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല 80 km/h ആണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിന് മേലോട്ട് കയറ്റാം, 120 കയറ്റാൻ പറ്റും. 120 കയറ്റിയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നല്ല വൈബ്രേഷൻ അടിക്കും. പക്ഷേ 80 ഇതിൻ്റെ സ്പീഡ് ഇരിക്കുന്നത്. ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോകുകയാണെങ്കിൽ ബേക്കിൽ ഒരാളെ ഇരുത്തി അല്ലെങ്കിൽ നല്ല ലഗേജൊക്കെ വെച്ച് പോകുകയാണെങ്കിൽ ഒരു 80 km അല്ലെങ്കിൽ 70 km ആ ഒരു സ്പീഡിൽ പോകുന്നതായിരിക്കും നമുക്ക് കംഫർട്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും മടുപ്പ് തോന്നത്തില്ല. ലോങ് പോകുമ്പോഴത്തേക്കും ആ ഒരു റേഞ്ചിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് ഇത് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പോസിറ്റീവായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്.
അടുത്തതായിട്ട് ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റി പറഞ്ഞുതരാം. ഹീറ്റിംഗ് ഉണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഉണ്ട്. കാരണം 411 സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്, അപ്പോൾ നല്ല ഹീറ്റിംഗ് വരും. ബട്ട് നമ്മൾ ഹൈവേ യൂസിനും അതുപോലെ തന്നെ ലോങ് ഡ്രൈവിനൊക്കെ ഇത് ബാധിക്കത്തില്ല. സിറ്റി യൂസിന് പറ്റത്തില്ല. സിറ്റി യൂസിൽ നമുക്ക് എവിടെയെങ്കിലും ട്രാഫിക്കിലൊക്കെ നിർത്തുമ്പോഴേ അത്യാവശ്യം നല്ല ഹീറ്റ് നമ്മുടെ കാലിലൊക്കെ അടിച്ച് കയറും. ലോങ് ഓടിക്കുമ്പോഴും അതുപോലെ ഹൈവേയിലൊന്നും നമുക്ക് ഓടിക്കുമ്പോഴേ ആ ഒരു ഇഷ്യൂ നമുക്ക് വരത്തില്ല. പിന്നെ ഇതിൻ്റെ ബ്രേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്യുവൽ ABS ആണ്. നമുക്ക് ABS സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 80 കിലോമീറ്ററിലൊക്കെ വരുന്ന ആ ഒരു സ്പീഡിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതിൽ ടോപ്പിലോട്ടാണെങ്കിൽ നമുക്ക് എഞ്ചിൻ ബ്രേക്ക് ഉപയോഗിച്ചിട്ട് നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഴപ്പമില്ലെന്ന് പറയാം. ബ്രേക്ക് അത് എക്സ്ട്രാ ഓർഡിനറി നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വന്നിരിക്കുന്നത്. ഞാൻ വണ്ടി എടുത്ത ടൈമിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3 lakh പ്ലസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിന് എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഹിമാലയൻ 411 എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂസൊക്കെ നിങ്ങൾ കേട്ടാണല്ലോ, പക്ഷേ അതൊന്നും ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടന്ന അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല, എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ 450 ഓടിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ അതിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഈ ഒരു മോഡലുകൊണ്ടാണ് എനിക്ക് താല്പര്യം. കാരണം എനിക്ക് ഈ ഹിമാലയൻ 411 ഒരു യൂണീക്ക് മോഡലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഇത് നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മൾ അടിപൊളിയാണ്. ലോങ് പോകാനായാലും അത്യാവശ്യം നല്ലൊരു ചോയ്സാണ് നമ്മുടെ ഹിമാലയൻ 411 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല റീസെയിൽ വാല്യൂ ഉള്ള ഒരു ബൈക്കാണ് നമ്മുടെ ഹിമാലയൻ 411. നമ്മൾ ഇങ്ങനെ ഒരു ബൈക്ക് എടുത്തെന്നുള്ള പേരിൽ നമുക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് നമുക്ക് അടിക്കത്തില്ല. അത് അങ്ങനെയാണത്. നിങ്ങളത് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ OLX-ലൊക്കെ നോക്കിയാലും അത് ഒരുപാട് എൻക്വയറീസാണ് വരുന്നത്. ഞാൻ ഇടയ്ക്ക് അത് OLX-ലൊന്നും ചുമ്മാ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇതിൻ്റെ ഓഫ് റോഡ് പെർഫോമൻസിനെ പറ്റി? അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഹിമാലയനാണ്. ഓഫ് റോഡിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് മാത്രമാണ്. ഓവറോൾ ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞ ഇഷ്യൂസൊന്നും നിങ്ങളൊരു ഇഷ്യൂസ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ എന്തായാലും ഒരു ബെസ്റ്റ് ചോയ്സാണ് നമ്മുടെ ഹിമാലയൻ 411 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ